അന്ന് അവൾക്ക് പ്രായം 17 വയസ്സാണ്. കോളേജിലെ ആൺകുട്ടികളുടെ ആരാധനാപാത്രമാണ്. ഇരുവശത്തേക്ക് മുടി പിന്നിട്ട് ഒരു സുന്ദരിക്കുട്ടിയാണ്. പേര് സൗജന്യ. ഒരു നാൾ വൈകുന്നേരം കോളേജിൽ നിന്ന് ബസ് ഇറങ്ങി വീട്ടിലേക്കുള്ള വഴിയിൽ നടക്കുന്നുണ്ട്. ആ സ്വപ്നങ്ങൾ അവസാനിച്ച ആ ത്രിസന്ധ്യയിൽ ക്ഷേത്രനഗരിയിൽ ആ നേത്രാവതി പുഴയുടെ സ്നാനഘട്ടം കടന്ന സൗജന്യയെ പിന്നെ ആരും ജീവനോടെ കണ്ടവരില്ല. കാണാതാവലിന്റെ അടുത്ത നാൾ വസ്ത്രങ്ങളില്ലാതെ കരിനീരിച്ചൊരു പെൺകുട്ടിയുടെ നഗ്നശരീരം കാണപ്പെട്ടു. ദേഹമാസകരം, മുറിവുകൾ, തലയോട്ടിയിൽ പൊട്ടൽ. ഓമനിച്ച് വളർത്തിയ അച്ഛനും അമ്മയ്ക്ക് മുന്നിൽ അപ്പോഴും പകപ്പ് മാറാത്ത മുഖത്തോടെ തെരുവിൽ കിടന്ന ഓമന മകൾ നേരിട്ടത് കൂട്ടബലാത്സംഗം, ബ്രൂട്ടൽ ടോർച്ചർ, അക്രമാസക്ത കൊല. ഏതോ ഒരു തലയ്ക്ക് സുഖമില്ലാത്ത ആളെ വ്യാജപ്രതിയാക്കി പിന്നീട് കോടതി തെളിവില്ലാതെ ഇറക്കിവിട്ടതടക്കം ദൃക്സാക്ഷികളുടെ തിരോധാനങ്ങളടക്കം അന്വേഷണ വഴിയിൽ നടന്ന ഒന്നാന്തരം ശാസ്ത്രീയ അട്ടിമറിയാണ് സിസ്റ്റമാറ്റിക് സബോട്ടാഷ്. ചോരനാറും വഴിയിലെ കേസ് നമ്പർ 2. പേര് പത്മലത എന്നാണ്. മലയാളി. അച്ഛനൊരു ചോരത്തിളപ്പുള്ള കമ്മ്യൂണിസ്റ്റുകാരൻ. മേൽജാതി ഫ്യൂഡൽ തമ്മാടികളോട് ശബ്ദമുയർത്തിയതാണ് അപരാധം. ആ കൂട്ടുകാരികൾക്കൊപ്പം കോളേജിലേക്ക് പോയ 17-കാരിക്ക് വീട്ടിലേക്ക് ഒരു മടക്കമില്ല. അന്വേഷണത്തിന്റെ ആശങ്കയുടെ 50-ാം നാൾ നേത്രാവതി പുഴയിൽ പൊങ്ങി വസ്ത്രങ്ങളില്ലാതെ കാലുകൾ കൂട്ടിക്കെട്ടിയ ഒരു പെൺകുട്ടിയുടെ അസ്ഥികൂട സമാനം ചീർത്ത ശരീരം. കൗമാരക്കാരികൾ പെൺകുട്ടികളുടെ ശവഘോഷയാത്രാ വഴിയിലെ കേസ് നമ്പർ 3. പേര് അനന്യ. ക്ഷേത്രാധികാരികളോട് കാണാതായ മകളെ ചോദിക്കാൻ പോയ അമ്മയെ ഗൂണ്ടകൾ അടിച്ച് കൊല്ലാക്കൊലയിൽ കോമയിൽ കിടന്ന് മാസങ്ങൾ 3. അധികാര ദൈവങ്ങൾക്ക് അന്ധതയാണ്. പ്രായം തികഞ്ഞതുമല്ലാത്തതുമായ പെൺകുട്ടികളെ റേപ്പ് ചെയ്ത് കൊല്ലുന്നൊരു സീരിയൽ കില്ലർ കഥ പറയുന്ന ഏതെങ്കിലും സിനിമയെ പറ്റി പറഞ്ഞതല്ല. അതിനേക്കാൾ ഭീകരമായ അധർമ്മങ്ങൾ മുടിയഴിച്ചാടുന്ന ധർമ്മസ്ഥല എന്ന ചാവുനിലത്തെ പറ്റിയാണ്. ദേഹമാസകൽ, മുറിവുകൾ, സ്വകാര്യ ഭാഗങ്ങളിൽ വടുക്കളുമായി ഉടുവസ്ത്രങ്ങളില്ലാതെ നേത്രാവതിയിൽ പൊങ്ങി 100-ലധികം പെൺകുട്ടികളെ മേലാവിലെ നിർദ്ദേശത്തിൽ കുഴിച്ചിട്ടൊരു ഗതികിട്ടവൻ ഇന്ന് കുഴിമാന്തി പരിശോധനയ്ക്ക് പോകേണ്ടതാണ്. അവസാന നിമിഷമാണ്. കർണാടക പോലീസിന് നാണം കെട്ട് യു ടേൺ. ഏത് സാമ്രാജ്യത്തിലെ ഏത് അധമരാജാവിന്റെ ഉത്തരവിലാണ് രാഷ്ട്രീയ